വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പാവക്ക വറുത്തരച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഒട്ടും കയ്പില്ലാത്ത രീതിയിലാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ നമ്മളുടെ ഈ ഒരു പാവക്ക വറുത്തരച്ചതിന് ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി, അത്രയ്ക്ക് രുചിയാണ്. നമ്മൾ പാവക്കയാണ് തയ്യാറാക്കിയതെന്ന് ആരും തന്നെ പറയില്ല, അത്രയ്ക്കും രുചി തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഇനിയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മളിവിടെ പറഞ്ഞു, ഈ ഒരു പാവയ്ക്കൊക്കെ ഒട്ടും തന്നെ കയ്പില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഡാർക്ക് കളറിലുള്ള പാവക്കായാണ്. അപ്പോൾ അതിന് ഒന്നും കൂടി കൂടുതൽ കയ്പാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് കയ്പുണ്ടാവില്ല. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 2 വലിയ പാവക്ക നമ്മൾ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഈ ഒരു അളവിലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വലുതുമല്ല, എന്നാൽ ഒരുപാട് ചെറുതുമല്ലാത്ത രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പുളി എടുത്തിട്ടുണ്ട്. വാളൻപുളിയാണ്. അപ്പോൾ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്ത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് 2-3 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ചെറു തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. അല്ലെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ചാൽ എന്താ പറയുക, തേങ്ങ പെട്ടെന്ന് തന്നെ കറുത്തു പോകും, പക്ഷെ നന്നായിട്ട് ഫ്രൈ ആയി വരത്തില്ല. അപ്പം ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ സ്ലോ ആയിട്ടാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിധം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയും ആ ഒരു വെള്ള കാണുന്നത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടെടുക്കണം. അപ്പോൾ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗത്തിൽ വരുമ്പം നന്നായിട്ട് തന്നെ ഫ്ലെയിം കുറച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പം കുറഞ്ഞ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണെങ്കിൽ 2 ടീസ്പൂൺ വരെ ഇടാം കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചൂടിൽ തന്നെ ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി തന്നെ കിട്ടും. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് തന്നെ ഇത് ചെയ്താൽ ആ ഒരു മസാലയൊക്കെ എല്ലാം തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി ഇത് ഒരു ചൂടൊക്കെ ഒരുവിധം എന്താകുന്നത് വരെ നമുക്ക് ആ ഒരു പൊടികളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം പൊടികളുടെ പച്ചമണം മാറുകയും ചെയ്യും. അപ്പോൾ അതേ ഒരുവിധം ഒന്ന് ചൂടാറിയപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമില്ലാതെ അരച്ചെടുക്കാം നമുക്കിത്. അപ്പോൾ അതേ നന്നായിട്ട് വെള്ളമില്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാവക്ക തീയലുണ്ടാക്കാം. അതിന് വേണ്ടി ഒരു മൺചട്ടി വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചു. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, അതുപോലെ വറ്റൽമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 വലിയ പാവക്കയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് നമുക്ക് ആ ഒരു എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റോളം ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വഴറ്റിയതിന് ശേഷം ആദ്യം നമ്മളിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ എണ്ണയിൽ തന്നെ 2-3 പ്രാവശ്യം ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അതുകൊണ്ട് മൂടി കൊണ്ട് അടച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക, എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതേ ഒരുവിധം ഒന്ന് ഉണ്ടോ, നമുക്കൊരു നമ്മൾ ആദ്യം ഇട്ടതിനേക്കാളും കുറച്ചൊന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വീണ്ടും ഞാനിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി കൊണ്ട് അടച്ച് കുക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ മൂടി കൊണ്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഒരു ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്, പക്ഷേ കുക്കായിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി ഒന്നും കൂടി ഒന്ന് കുക്കാകാൻ വേണ്ടി നമുക്ക് മൂടി കൊണ്ട് അടച്ചൊന്ന് ഒരു ഏകദേശം ഒരു 5 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമ്മളുടെ ആ ഒരു പാവക്ക കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുളി കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പുളിവെള്ളത്തിൽ കൂടി കിടന്ന് വേണം കേട്ടോ നമുക്ക് ഈ ഒരു ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ അങ്ങനെ വേകുമ്പം എന്താ പറയുക, നമ്മളുടെ ഈ പാവക്കൊക്കെ കയ്പ്പ് നന്നായിട്ട് തന്നെ കുറയും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ ആ ഒരു നാരങ്ങ
വലിപ്പത്തിലുള്ള പുളിയും അതുപോലെ തന്നെ ഒരു അര കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ അത് ഇനി വീണ്ടും ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഒരു നമ്മുടെ പുളിവെള്ളത്തിലൊക്കെ കിടന്ന് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പാവക്ക. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അരപ്പും കൂടി ഇട്ടിട്ട് ഇനി ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിക്കാൻ വേണ്ടി, വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി കഴുകിയിട്ട് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു എന്താ പറയുക, അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ അരപ്പിൽ കിടന്ന് കുറച്ച് നേരം കൂടി ഒന്ന് കുക്കാവണം. ഫ്ലെയിം വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളവും ഞാൻ കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 10 മിനിറ്റ് ശേഷം നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം. അപ്പോൾ അതേ 10 മിനിറ്റ് ശേഷം എന്ത് കണ്ടോ, കറിയൊക്കെ നന്നായിട്ട് തന്നെ എന്തായി വന്നിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനത് കുക്ക് ചെയ്തത്. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് ശർക്കര. ഇപ്പം പൊടിച്ച ശർക്കര ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇനി വലിയൊരു ശർക്കരയാണെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഏകദേശം ഒരു 1/4 ഭാഗം എടുത്തിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതും കൂടി ഇടുമ്പം നമ്മളുടെ ഈ ഒരു പാവക്ക കറിക്ക് ഒട്ടും തന്നെ കയ്പ്പുണ്ടാവില്ല, നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിക്കോട്ടോ ഈ ശർക്കരയും കൂടി ഇടുമ്പം. അത് ഒട്ടും മറക്കരുത്. ഇതും കൂടി, ഈ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാൻ പ്രത്യേകം മറക്കരുത്. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രത്യേകിച്ച് താളിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല കളറായിട്ട് തന്നെ വരും. അപ്പോൾ അതേ ഞാൻ മൂടി കൊണ്ട് അടച്ചു വെക്കുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ നമ്മളിത് സെർവ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം അതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ അറിയാം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റും ഭംഗിയായിട്ട് തോന്നും. അതുപോലെ തന്നെ കയ്പ്പിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ എന്ത് പറയണ്ട, നമുക്കിത് വെറുതെ വേണമെങ്കിലും കഴിക്കാം, അത്രയ്ക്ക് രുചിയാണ്. ഒട്ടും തന്നെ കയ്പ്പില്ല. പാവക്ക തീയലാണെന്ന് പറയത്തില്ല, അത്രയ്ക്ക് രുചിയാണ് ഇതിന്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഈ ഒരു കറി മാത്രം മതി, വേറെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും. നമ്മൾ സാധാരണ പാവക്ക പലർക്കും മടിയാണ് പാവക്ക കഴിക്കാൻ, കയ്പ്പ് കാരണം പലർക്കും മടിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ എല്ലാവരും തന്നെ കഴിച്ചോളും, കുട്ടികൾ വരെ കഴിച്ചോളും. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീണ്ടും വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും നമുക്ക് കാണാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.